ആലപ്പുഴയിൽ ആരിഫ് 34 വോട്ട് നിൽക്കുന്നു. KC വേണുഗോപാൽ എത്തുമ്പോൾ ആലപ്പുഴ അടിയറവ് പറയുമെന്ന് കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിന് മുകളിൽ 34 വോട്ട് ആരിഫിന്റെ വക. കോഴിക്കോട്ട് MK രാഘവൻ UDF സ്ഥാനാർത്ഥി കോഴിക്കോട്ട് MK രാഘവൻ മുന്നിൽ നിൽക്കുകയാണ്. എളമരം കരീമിനേക്കാൾ തപാൽ വോട്ടുകളിൽ വളരെ കൃത്യമായ ഒരു മേധാവിത്വം MK രാഘവൻ നിലനിർത്തുന്നു. തൃശ്ശൂരിൽ 449 വോട്ടുകൾക്ക് സുനിൽകുമാർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുനിൽകുമാർ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാതൃഭൂമി ന്യൂസിന്റെ നമ്മുടെ കവറേജ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യം വന്നാൽ കൊടുക്കാൻ കേട്ടോ. നോക്കൂ, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ YSRCP അവിടെ ലീഡ് ചെയ്യുന്നു. രാജ്യത്ത് ആകെ ഉണ്ടാവുന്ന തരംഗമെന്ന് ഡൽഹിയിൽ 6 NDA, 1 ഇന്ത്യ മുന്നണി. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ വലിയ ചന്ദ്രശേഖർ താഴെ 11 സീറ്റുകൾ LDF-നും 9 സീറ്റുകൾ ശശി തരൂർ തിരിച്ചു വന്നു. ശശി തരൂർ തിരുവനന്തപുരത്ത് തിരിച്ചു വന്നു. 12 വോട്ടിന് ശശി തരൂർ ലീഡ് ചെയ്യുന്നു. മാറി മറിയുകയാണ്. ഓരോ നിമിഷവും തിരുവനന്തപുരത്തെ ലീഡ് നില മാറി മറിയുകയാണ്. ഇതിപ്പോ 2ാമത്തെ 3ാമത്തെ പ്രാവശ്യമാണ് മാറി മാറി വരുന്നത്. എല്ലാ അർത്ഥത്തിലും തിരുവനന്തപുരത്ത് കസേര കളി തന്നെയാണ് നടക്കുന്നത്. എല്ലാ അർത്ഥത്തിലും റിയൽ കസേര കളി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും ഡോക്ടർ ശശി തരൂരും അവസാന നിമിഷം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുമ്പോൾ തിരഞ്ഞെടുപ്പ് ദിനം ഒരു പ്രത്യേക പഞ്ചാബിൽ കോൺഗ്രസ് തരംഗം 5 സീറ്റുകളിലും നിലവിൽ ഫലസൂചന വന്ന 5 സീറ്റിലും കോൺഗ്രസ് മുമ്പിൽ. തെലങ്കാനയിൽ കോൺഗ്രസ് 3, വീണ്ടും രാജീവ് ചന്ദ്രശേഖർ 49 വോട്ടിന് മുന്നിൽ. ബംഗാളിൽ TMC 4 BJP 7. ബംഗാളിലെ 11 BJP 7. വലിയ സൂചനയാണ് ബംഗാളിലെ തുടക്കത്തിൽ കാണുന്നത്. ഈ BJP നേരിയ മുൻതൂക്കം ഇതാ TMCക്കെതിരെ ബംഗാളിലും കർണാടകയിലും എക്സിറ്റ് പോളുകൾ ശരിയാകുന്നു. നോക്കൂ, കർണാടകയിൽ 11 NDA, 2 മാത്രം കോൺഗ്രസ്. ബംഗാൾ, കർണാടക ഈ 2 സംസ്ഥാനങ്ങൾ BJPയെ കൈയയച്ച് സഹായിക്കുകയാണോ? അതാകുമോ ഈ പറഞ്ഞ വലിയ ഭൂരിപക്ഷത്തിന് ഇന്ത്യ മുന്നണി? ഉത്തർപ്രദേശിൽ NDA 35, ഇന്ത്യ ഓർക്കുക ഒരൊറ്റ സീറ്റിലാണ് കോൺഗ്രസ് കഴിഞ്ഞ. വേറൊരു സംസ്ഥാനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 10 BJP മുന്നിൽ. രാജസ്ഥാനിൽ 5 ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നത്. 5 രാജസ്ഥാനിൽ 5 ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. അതിനിടയിലാണ് ഇന്ത്യ മുന്നണി 100 സീറ്റ്